CJP സമരത്തിൽ പെല്ലറ്റ് ഗൺ പ്രയോഗിച്ചതിനെ തുടർന്ന് പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കാൻ ഡൽഹി സർക്കാരിനോട് സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെ നിരീക്ഷണമാണ് ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ സുപ്രീം കോടതി നടത്തിയത്? അശ്വതി, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഹർജിയാണ് സുപ്രീം കോടതിക്ക് മുൻപിലേക്ക് എത്തിയത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഹർജി പരിഗണിച്ചു. നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതി വാക്കാലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒരു ഇടക്കാല നിർദ്ദേശം ഉത്തരവെന്നുള്ള രീതിയിൽ കോടതി പുറപ്പെടുവിച്ചിട്ടുള്ളത് പെല്ലറ്റ് ഗൺ അക്രമത്തിൽ പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കണം എന്ന നിർദ്ദേശമാണ് കോടതി ഡൽഹി സർക്കാരിന് മുൻപിലേക്ക് വെച്ചിട്ടുള്ളത്. ഒപ്പം ഈ സമരത്തിൽ പോലീസ് നടപടിയിൽ പരിക്കേറ്റ എല്ലാവർക്കും മതിയായ ചികിത്സ നൽകണം എന്ന കാര്യം കൂടി കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നടത്തിയതെല്ലാം തന്നെ വാക്കാലുള്ള പരാമർശമാണ്. കോടതി നിരീക്ഷിച്ചത് പെല്ലറ്റ് ഗൺ ഉൾപ്പെടെയുള്ള ഇത്തരം പോലീസ് നടപടികൾക്കൊരു ആവശ്യമായ കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ കോടതി വ്യക്തമാക്കിയത് ലാത്തി ചാർജും കണ്ണീർവാതകവും പ്രയോഗിച്ചിട്ടും അക്രമാസക്തമായ കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു അസാധാരണമായ സാഹചര്യം നേരിടുന്നതിന് പോലീസ് പെല്ലറ്റ് ഗൺ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് അവരെ വിലക്കാനാവുക, അതെങ്ങനെ തടയാനാകും എന്ന നിരീക്ഷണം കൂടി സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ സുപ്രീം കോടതിയുടെ അന്തിമ ഉത്തരവിൽ എന്തെല്ലാം നിരീക്ഷണങ്ങൾ ഉണ്ടാകും, എന്തെല്ലാം നിർദ്ദേശങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നിർണായകമാകും. ഒപ്പം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരവുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് നടപടി ചോദ്യം ചെയ്തുകൊണ്ടും ഒപ്പം ആ സമരത്തിൽ പോലീസിനെതിരെ ഉണ്ടായിട്ടുള്ള അതിക്രമം ചോദ്യം ചെയ്തുമുള്ള ഹർജികളും കോടതിയുടെ പരിഗണനയിലുണ്ട്. നേരത്തെ ഈ ഹർജികൾ പരിഗണിക്കുമ്പോൾ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അത് ജനാധിപത്യത്തിൽ ഉള്ളതാണെന്നും ഭരണഘടന അത് ഉറപ്പു നൽകുന്നുണ്ട് എന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. ഒപ്പം തന്നെ അത്തരം സമരങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ ഘടകങ്ങളുണ്ടെങ്കിൽ അത് പ്രത്യേകം നേരിടണമെന്ന കാര്യവും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് ഏതായാലും കേസ് പരിഗണിച്ചുകൊണ്ട് കോടതി വ്യക്തമാക്കിയത് പെല്ലറ്റ് ഗൺ ഉപയോഗത്തിൽ പരിക്കേറ്റവർക്ക് വ്യക്തമായ ആവശ്യമായ ചികിത്സ നൽകണമെന്ന നിർദ്ദേശമാണ് ഡൽഹി സർക്കാരിന് മുൻപിലേക്ക് സുപ്രീം കോടതി വെച്ചത്.